അതെ, കിച്ചണിൻ്റെ ഏകദേശം പണികളൊക്കെ ക്ലീനായി കഴിഞ്ഞു. ഇതിരിക്കുകയാണ് നമ്മൾ ചെയ്ത് വന്നിട്ട് ടോപ്പൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കിച്ചണിൻ്റെ നമ്മൾ സ്റ്റൗ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹായ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ സെപ്റ്റംബർ 1 നമ്മുടെ സ്പ്രിങ് തുടങ്ങുകയാണ്. അപ്പം നമ്മളിവിടെ സ്പ്രിങ് ക്ലീൻ തുടങ്ങിക്കഴിഞ്ഞു. എന്താണെന്ന് ചോദിച്ചെങ്കിൽ ചെടികളൊക്കെ പ്രൂൺ ചെയ്യുക, വീടൊക്കെ ക്ലീൻ ചെയ്യുക എന്നൊക്കെയുള്ളതാണ് ഇവിടുത്തെ ഒരു കഷ്ടം. നമ്മളിത് തുടങ്ങിക്കഴിഞ്ഞു കേട്ടോ. നമുക്ക് അതിലേക്ക് പോകാം. ഓക്കേപ്പാ. അപ്പോൾ അവിടെ മോള് കയറി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ക്ലീൻ ചെയ്തിട്ട് ഞാൻ നാളെ 1 പറഞ്ഞിട്ട് എങ്കിലും ഇട്ട് വരുമ്പോഴത്തേക്കും മിക്കവാറും സെപ്റ്റംബർ തയ്യാറാകും കേട്ടോ. ഇത് ജിഫ് എന്ന് പറയുന്ന ഒരു നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ, ക്ലീൻ ചെയ്യാൻ വേണ്ടി. എല്ലാം നല്ല ടഫായിട്ടുള്ള ഇതൊക്കെ പോകും, സ്റ്റെയിനൊക്കെ പോകാൻ വേണ്ടി. ഇത് തേച്ചിട്ട് കുറച്ച് സമയം വെച്ചിട്ടിരിക്കുക. അത് കഴിഞ്ഞ് നമ്മളിത് നമ്മുടെ സ്ക്രബ് ഡാഡി എന്ന് പറയുന്ന എടുത്താണ്. ഇത് വെച്ചിട്ട് അങ്ങ് ചെയ്തെങ്കിൽ നല്ല വൃത്തിയായി കിട്ടും കേട്ടോ. പെറ്റിയും കാര്യങ്ങളും എല്ലാം നമ്മളിതിൻ്റെ ബോർഡും എല്ലാം നല്ല ഇരിക്കുമ്പോൾ ചെളിയും കാര്യങ്ങളും ഒക്കെ കളയാൻ വേണ്ടിയാണ് കേട്ടോ ഇതുപോലെ നമ്മൾ വൈപ്പ് ചെയ്ത് കളയുന്നത്. നല്ല കളർ വരുന്നുമുണ്ട്, നമ്മൾ വൈപ്പ് ചെയ്യുമ്പോൾ നല്ല കളർ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഇച്ചിരി കഴിഞ്ഞപ്പോഴേ മാസ്ക് ഇട്ടാക്കാമെന്ന് വെച്ചേ. എന്ന് ചോദിച്ചെങ്കിൽ ഭയങ്കര നമ്മുടെ ഈ ക്ലീനിങ് പ്രോഡക്റ്റിൻ്റെ ഒക്കെ സ്മെല്ലടിച്ചിട്ട് സുഖമില്ല. അതുകൊണ്ട് ഞാൻ മാസ്ക് ഇട്ട് ചെയ്യാൻ നോക്കും. നമ്മുടെ ക്ലീനിങ്ങിൻ്റെ അടുത്ത സ്റ്റേജാണ് കേട്ടോ. നമ്മുടെ ക്ലീനിങ്ങിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ ഗാർഡൻ ക്ലീനിങ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഗാർഡനിലെ ചെടികളൊക്കെ പ്രൂൺ ചെയ്ത് നിർത്തണം, അതുപോലെ മണ്ണൊക്കെ വൃത്തിയാക്കി ഇടണം. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇന്ന് കുറച്ച് നല്ല കാലാവസ്ഥ എന്ന് പറയാം. എന്നാലും വലിയ മഴയില്ല, വലിയ വെയിലും ഇല്ലാത്തൊരു കാലാവസ്ഥയാണ്. പക്ഷെ നല്ല തണുപ്പുണ്ട്, കാറ്റുണ്ട്. ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുന്നു. നമ്മുടെ പകുതിയില്ല, ഒരു 10-11 പണി തീർന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം ഇങ്ങനെ കിടക്കുന്ന അവസ്ഥ ആദ്യം ഒന്ന് കാണിച്ചു തരണമായിരുന്നു, അത് കാണിച്ചില്ല. എന്നാലും 10% പണി കഴിഞ്ഞു. ഇങ്ങനെയാണ് ഇപ്പം നമ്മുടെ ഗാർഡൻ ഇവിടെ കിടക്കുന്നത്. എന്ന് വെച്ചെങ്കിൽ വിൻ്ററിൽ നമ്മളധികം പണികളൊന്നും ചെയ്യുന്നില്ലല്ലോ. ഇത് പിന്നെ റെൻ്റൽ പ്രോപ്പർട്ടി ആയിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് നമ്മളിവിടെ എല്ലാം ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കാനാണ് ശ്രമിക്കുന്നത്. ഇങ്ങനെയാണ് ഇപ്പം കിടക്കുന്നത്. ഇനി നമ്മൾ ആക്കി കഴിയുമ്പോഴത്തെ കാര്യം പിന്നെ കാണിക്കാം കേട്ടോ. ഇനി നമ്മൾ നല്ല വൃത്തിയാക്കി കഴിയുമ്പോൾ പിന്നെയും കാണിക്കാവേ. അടുത്ത പരിപാടി എന്ന് പറഞ്ഞെങ്കിൽ നമ്മളിവിടെ എല്ലാം ക്ലീൻ ചെയ്യുകയാണേ. ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കണം. ഇവിടെ സ്പൈഡർ പ്ലാന്റ് എല്ലാം കയറി അങ്ങ് ഒത്തിരി സ്പൈഡർ പ്ലാന്റും കാര്യങ്ങളും എല്ലാം ആയിട്ടുണ്ട്. നമ്മളിതെല്ലാം ക്ലീൻ ചെയ്യുകയാണ് ഇന്നത്തെ എൻ്റെ പണി.
ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ നമ്മുടെ ബ്രഷ് ഒടിഞ്ഞു പോയി. അപ്പോൾ നമുക്ക് പോയി വേറൊരു ബ്രഷ് മേടിക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ്. ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വേഷം കൊണ്ടാണ് പോകുന്നത്. ആളുകൾ കണ്ടാൽ ചിലപ്പോൾ ഓർക്കും ഞാൻ എന്തോ ഒരു ഹോംലെസ് ആയിട്ടുള്ളൊരു വീട്ടിൽ നിന്ന് വരുന്ന ഒരാളായിരിക്കുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഈ ബണ്ണിങ്സ് വെയർ ഹൗസ്, അതായത് ഹാർഡ്വെയർ ഷോപ്പുകളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, ഇങ്ങനെയാണ് ആളുകൾ വരുന്നത്. എന്നുവെച്ചാൽ എല്ലാ ആളുകളും തന്നെ ഇങ്ങനെ തന്നെ ആയിരിക്കും. എന്താണെന്ന് വെച്ചെങ്കിൽ പണികളുടെ ഇടയ്ക്കൊക്കെ ആയിരിക്കുമല്ലോ വരുന്നത്, ഓരോ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയൊക്കെ. അപ്പോൾ ഞാൻ ഓർത്തു ഞാനും ഇങ്ങനെ തന്നെ പോകാം. ഇനി പോയി വീട്ടിൽ പോയി ഉടുപ്പൊക്കെ ചേഞ്ചൊക്കെ ചെയ്തുകൊണ്ട് വരാൻ വേണ്ടി പാടല്ലേ. അപ്പോൾ ഞാനതുകൊണ്ട് ഈ വേഷത്തിൽ തന്നെ അങ്ങ് പോയി ഒരു ബ്രഷ് വാങ്ങിച്ചിട്ട് വരാമെന്ന് ഓർത്തു. ബ്രഷ് വാങ്ങിക്കണം, ഒന്നൊന്ന് റബ്ബിഷ് ബാഗ് മേടിക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ ബ്രൂം വാങ്ങിക്കാൻ വന്നെങ്കിലും ബ്രൂമിൻ്റെ കൂട്ടത്തിൽ ഞാൻ വെറ്റ് ആൻഡ് ഫർഗെറ്റ് എന്ന് പറയുന്ന ഇത് ഈ മോൾഡൊക്കെ പോകുന്ന സാധനമാണേ, അതും വാങ്ങിച്ചു. പിന്നെ കുറച്ച് ഗാർഡൻ ബാഗും വാങ്ങിച്ചു. അപ്പോൾ നമ്മുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. നമ്മൾ പെയിൻറ്റ് പഠിച്ചു, എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. നല്ല വ്യത്യാസമില്ലേ, നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കണ്ടാൽ മനസ്സിലാവുമല്ലോ. മുഴുവനും ക്ലീനിങ് കഴിഞ്ഞു. പെയിൻറ്റിങ് ചെയ്തു, മൊത്തം വീട് പെയിൻറ്റ് ചെയ്തു. നമ്മൾ കർട്ടൻസ് എല്ലാം എടുത്ത് വാഷ് ചെയ്തു, വാട്ടർ ബ്ലാസ്റ്റിംഗ് ഒക്കെ ചെയ്തു. എല്ലാം വീടിൻ്റെ പുറമെല്ലാം വാട്ടർ ബ്ലാസ്റ്റ് ചെയ്തു. ഗാർഡൻ ക്ലീൻ ചെയ്ത് ഞാൻ കാണിക്കാം.
ഗാർഡൻ മൊത്തം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ കമ്പോസ്റ്റ് ബിന്നൊക്കെ എടുത്ത് വെച്ചു. എല്ലാ ചെടികളെല്ലാം പ്രൂൺ ചെയ്തു. അതായത് മരങ്ങൾ നമ്മൾ ഒരുമാതിരിപ്പെട്ട മരങ്ങളെല്ലാം നമ്മൾ പ്രൂൺ ചെയ്തു. നമ്മുടെ ലെമൺ ട്രീ, ഇത് ഫിജിയോവ ട്രീ, ഇതാണ് ഫിജിയോവ ട്രീ ആണ് കേട്ടോ. ഇത് നമ്മുടെ ഫിജിയോവ, നമ്മുടെ പൊമഗ്രാനൈറ്റ് ആണിത്. പൊമഗ്രാനൈറ്റ് ഇപ്പം തളുത്ത് വരുന്നു. ഇതൊന്നും കൂടെ നമ്മൾ നന്നായിട്ട് പ്രൂൺ ചെയ്യാനുണ്ട്. ഇനിയിപ്പം വൈകുന്നേരം വന്ന് ഇതൊന്ന് പ്രൂൺ ചെയ്യണം. അത് മാത്രമാണ് നമ്മൾ പ്രൂൺ ചെയ്യാതെ ഇരുന്നിട്ടുള്ളത്. അത് പ്രൂൺ ചെയ്യാൻ സമയമായി, ഒന്ന് പ്രൂൺ ചെയ്യണം. അപ്പം ഇനി ഇത് ലെമൺ ട്രീ, ഞാൻ കുറച്ച് ലെമൺ ട്രീയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. ബാക്കിയും കൂടെ ചെയ്യണം. ഇനി ഈ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാട്ടർ ടാങ്കാണ് കേട്ടോ. നമുക്ക് ഒരു 5 വർഷം മുമ്പ് ഒരു 5 വർഷം മുമ്പ് നമുക്ക് നല്ല വാട്ടർ യൂസേജിൻ്റെ നമുക്കൊരു 5 വർഷം മുമ്പ് വാട്ടർ യൂസേജിന് നല്ല ക്ഷാമം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഗാർഡനിലേക്ക് നമ്മൾ വാട്ടർ ഉപയോഗിക്കാൻ അലൗഡ് അല്ലായിരുന്നു. നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഹോസ് ഉപയോഗിച്ച് വാട്ടർ ഉപയോഗിക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് നമ്മൾ ഈ ഹോസിൽ നിന്ന് കണ്ട ഈ മുകളിൽ നിന്ന് വരുന്ന ഹോസിൽ നിന്ന്, അതായത് നമ്മുടെ മേൽക്കൂരയിൽ നിന്ന് വരുന്ന, നമ്മുടെ റൂഫിൽ നിന്ന് വരുന്ന വെള്ളം നമ്മൾ ഈ ടാങ്കിൽ ശേഖരിച്ചിട്ട് നമ്മളിതുപോലെ ഗാർഡനിലേക്ക് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇപ്പം നമുക്ക് മഴയാണല്ലോ, മഴക്കാലത്ത് നമുക്കതിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മളതെല്ലാം ഇപ്പം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി വേണമെങ്കിൽ നമുക്കിതിലേക്ക് കണക്ട് ചെയ്തെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു എക്സ്ട്രാ കമ്പോസ്റ്റ് ബിൻ ഇരിപ്പുണ്ട് ഇവിടെ, അതെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മുഴുവനും നമ്മൾ ക്ലീൻ ചെയ്തു. ഇവിടുത്തെ എല്ലാം വീഡിങ് എല്ലാം നടത്തി. അതുപോലെ ഈ ചെടി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഈ ചെടി എന്ന് പറഞ്ഞെങ്കിൽ ഇതാണ് ബേ ലീഫിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ബേ ലീഫ് ട്രീ ആണിത്. ഇതാണ് ബേ ലീഫ്. ഇത് ഞാൻ ചെടി ഇത് നമ്മുടെ പേര കൊണ്ടുവന്ന് എയർ ലെയർ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് എയർ ലെയർ ചെയ്തു. ഇതിങ്ങനെ ഇരിപ്പുണ്ട്. നമുക്ക് നോക്കാം. ഒരു 4 ആഴ്ച കഴിയുമ്പോഴത്തേക്കും നമുക്കിത് മുറിച്ചെടുക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും നമുക്ക് വേരുകളൊക്കെ ചെറുതായിട്ട് വരുന്നത് കാണാം. നമുക്ക് നോക്കാം. ഞാൻ ഓരോ അപ്ഡേഷൻ തരാം കേട്ടോ. ഇതിപ്പോൾ ചെയ്തിട്ട് 2 ദിവസം ആയതേ ഉള്ളൂ. നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീടിൻ്റെ മുകളിലത്തെ നിലയും കൂടെ ഞാൻ കാണിക്കാം കേട്ടോ. എന്തെങ്കിലും നമ്മൾ സ്റ്റെപ്പ് കയറി പോകുകയാണെങ്കിൽ ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു വലിയ ലൗഞ്ച് ഉണ്ട്. ഇവിടെ വേറെ ഒരു ബെഡ്റൂമുണ്ട്. ഇവിടെ നമ്മൾ ഒരു കട്ടൻ കൊണ്ടുവന്നിട്ട് വാഷ് ചെയ്ത് പിന്നെ അടുത്ത കട്ടനെ കൊണ്ടുവന്നിടാനുണ്ട്. നമ്മുടെ ഗാർഡൻ മൊത്തം ക്ലീൻ ചെയ്തു. നമ്മുടെ ഇതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. എക്സ്റ്റീരിയർ മൊത്തം വാഷ് ചെയ്തു.